മുസ്ലിം ലോകത്ത് ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം ബുഖാരി സുഹറിന്റെയോ കണ്ണേറിന്റെയോ ഹദീസുകൾ ഉദ്ധരിച്ചു എന്നതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. നിരൂപണം പറഞ്ഞിട്ടുണ്ട്. ദാറഖുത്നിയെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയാം. ദാറഖുത്നി ഇമാം ബുഖാരിയെ കുറിച്ച് നിരൂപണം പറഞ്ഞിട്ടുള്ള പണ്ഡിതനാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ്. ഇബ്നു ബാസ് നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം ഗസാലി നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം ഹുസൈമി നിരൂപണം പറഞ്ഞ പണ്ഡിതനാണ്. ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന്റെ വഫയാത്തുൽ അയ്യാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിരൂപണം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി നിരൂപണം പറഞ്ഞിട്ടുണ്ട്. 8 ഇബ്നു ഖയ്യിം അൻ-നഖ്ദുൽ മൻഖൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിരൂപണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജവാബ് സ്വഹീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയെ കുറിച്ച് നിരൂപണം പറഞ്ഞിട്ടുണ്ട്. ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നിരൂപണം പറഞ്ഞിട്ടുണ്ട്. പൗരാണികരും ആധുനികരുമായിട്ടുള്ള 10ഓളം പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് നിരൂപണങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ആ ഇമാം ബുഖാരി സുഹറിന്റെയോ കണ്ണേറിന്റെയോ ഹദീസ് ഉദ്ധരിച്ചതിന്റെ പേരിൽ, ആ ഹദീസുമായി ബന്ധപ്പെടുത്തിയും അല്ലാതെയും നിരൂപണം നടത്തിയതിന്റെ പേരിൽ അവരെ എല്ലാവരെയും നിങ്ങൾ ഇമാം ബുഖാരിയെ തള്ളിക്കളഞ്ഞവരാണ് എന്ന് പറയുന്നുണ്ടോ? പൊന്നാര ജാബിറമാൻ, ഇതിനൊക്കെ ഞാൻ മറുപടി പള്ള നിറച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ പരപ്പനങ്ങാടിൽ എന്താണ് നിരൂപണമെന്നും എന്താണ് നിഷേധമെന്നും നിങ്ങൾ നടത്തുന്നത് നിരൂപണമല്ലെന്നും തനിച്ച നിഷേധമാണെന്നും തെളിവ് സഹിതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആൾക്കാർക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇവിടെ സമാജം നടത്താൻ വരില്ലേ? ഇവിടെ ഈ നിങ്ങൾ എണ്ണിപ്പറഞ്ഞ 10ഓളം പണ്ഡിതന്മാർ, അതിൽ പലതും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇമാം ദാറഖുത്നി വിമർശിച്ചിട്ടുണ്ട്, നിരൂപണം നടത്തിയിട്ടുണ്ട്. ഞാനിവിടെ 3ാമത്തെയോ 4ാമത്തെ ഗണ്യത്തിൽ പള്ളതറച്ച് പറഞ്ഞിട്ടില്ലേ? എന്താ ദാറഖുത്നിയുടെ 110 വിമർശനം? അത് ഏതൊക്കെ രീതിയിലായിരുന്നു? നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ജാബിറമാനി ഉസൂലുൽ ഹദീസിന്റെ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ആളുകൾക്ക് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾക്ക് അതറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും അറിയില്ലേ? ഏറ്റവും ചുരുങ്ങി നിങ്ങൾക്കെങ്കിലും അറിയില്ലേ? നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളത് അറിയില്ലേ? ഇത് ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയില്ലേ ഇമാം ദാറഖുത്നി എന്താ നടത്തിയതെന്ന്? അത് അറിയില്ലെങ്കിൽ ഹദീസാരി വായിച്ചു നോക്ക്. അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അലൈസ മിൻകും റജുലുർ റഷീദ് ആരുല്ലെങ്കിൽ പറയും ജാമിഅത്തുൽ ഹിന്ദ് കടുവ വായിച്ചു തരാം. നിങ്ങൾ നടത്തുന്ന തനിച്ച ചേകരൂരിശത്തിന് ഈ 10 പണ്ഡിതന്മാരെ നിങ്ങൾ മറയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹദീസാരിയിൽ നിന്ന് ഞാൻ വായിച്ച് നിങ്ങൾക്ക് മറുപടി പരപ്പനങ്ങാടിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് തനിച്ച നിഷേധമാണ്, തനിച്ച നിഷേധം. ആ നിഷേധത്തിന് നിങ്ങൾ ഈ ഇമാമിയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുപിടിക്കാൻ പാടില്ല. എന്താ നിഷേധം? എന്താണ്? ഞാൻ കേട്ടോ, ഞാൻ വായിച്ചു തരാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഹദീസാരിയിൽ നിന്ന് വായിച്ചു തരാം. വഖാല ഫീ മുഖദ്ദിമതി പിന്നെ ശർഹുൽ ബുഖാരി, ബുഖാരിയുടെ ഷറഹിൽ ഇമാം നവവി നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം നവവി ബുഖാരിന്റെ ഹദീസ് നഖ്ദ് ചെയ്തിട്ടുണ്ട്. എന്നാ പിടിച്ച മറുപടി. ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, ഇമാം നവവി പറയും, വഖദ് ഇസ്തദറക ദാറഖുത്നി അൽ ബുഖാരി വ മുസ്ലിം അഹാദീസ ഫതഅന ഫീ ബഅദിഹാ വദാലിക തഅനു മബ്നിൻ അലാ ഖവായിദ ലിബഅദ് അൽ മുഹദ്ദിസീന ളഈഫത്തുൻ ജിദ്ദാ. ആ വിമർശനങ്ങൾ, നഖ്ദുകൾ അങ്ങേയറ്റം ദുർബലമാണ്. ഞാനന്ന് ചോദിച്ചിരുന്നു, ഈ പറയുന്ന പണ്ഡിതന്മാർ നഖ്ദ് നടത്തിയതിൽ സിഹ്ർ ഹദീസുണ്ടോ? കണ്ണർ ഹദീസുണ്ടോ? സംസമുണ്ടോ? അജിവുണ്ടോ? സിറാത്തുണ്ടോ? മീസാനുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ നിഷേധിക്കുന്ന ഒരു ഹദീസും ഈ മുഹദ്ദിസീങ്ങൾ നഖ്ദ് നടത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ നിഷേധം നടത്തിയിട്ടില്ല. ഇനി വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ആ വിഷയത്തിൽ വന്നിട്ടുള്ള പിന്നെ വിമർശനങ്ങളൊക്കെ തന്നെയും ദുർബലമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല. ഇത് കൃത്യമായി കൊണ്ട് കാണാം. ഇനി ഇബ്നു ഹജർ അസ്ഖലാനി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഫത്തുൽ ബാരി കാണാം. അതിനെ മുഖദ്ദിമ വഖബൽ ഖൗലി ഫീഹി യംബഗി ലികുല്ലി മുൻസിഫിൻ അൻ യഅലമ അന്ന ഹാദിഹിൽ അഹാദീസ് വഇൻ കാന അക്സറഹാ ലാ യഖദു ഫീ അസ്ലി മൗദൂഇൽ കിതാബി
فإن جميعها وارد من جهة أخرى وهي ما ادعاه الإمام أبو عمرو بن الصلاح وغيره من الإجماع على تلقي هذا الكتاب القبول والتسليم لصحة جميع ما فيه، فإن هذه المواضع متنازع في صحتها فلم يحصل لها من التلقي ما حصل لمعظم الكتاب. وقد تعرض لذلك ابن الصلاح في قوله إلا مواضع يسيرة انتقد عليه الدارقطني وغيره، وقال في مقدمة شرح المسلم ما أخذ عليها يعني البخاري ومسلم وقد فيه معتمد من الحفاظ فهو مستثنى مما ذكرنا لعدم الإجماع على تلقيه القبول انتهى وهو اعتراض حسن എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു واختلف كلام الشيخ محي الدين في هذه المواضع فقال في مقدمة شرح مسلم ما نصه فصل قد استدرك جماعتنا البخاري ومسلم حادثا أخلا فيها بشرطهما ونزلت عن درجة ملتزمة وقد ألف الدارقطني في ذلك ولأبي مسعود دمشق أيضا عليه استدرك എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയും ضعيفة جدا ضعيفة ജിദ്ദയാണ്. മാത്രമല്ല مخالفة لما عليه الجمهور من أهل الفقه والأصول وغيرهم فلا تغتر بذلك. അത് കണ്ട് നീ വഞ്ചിതനാകണ്ട. ഓലൊക്കെ വിമർശിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിമർശിക്കാം എന്ന് പൂതി വെക്കണ്ടാന്ന്. ഇത് ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്വൽ ബാരിന്റെ മുഖദ്ദിമയിലുണ്ട്. അപ്പൊ നിങ്ങളത് തനിച്ച നിഷേധമാണ്, യാതൊരു സംശയമില്ല.